കൊയിലാണ്ടി നിയോജക മണ്ഡലം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് അംഗം കുറിക്കുമ്പോൾ ആരാകും കൊയിലാണ്ടിയുടെ അമരത്ത്? വികസന തുടർച്ചയാണോ കൊയിലാണ്ടി ആഗ്രഹിക്കുന്നത്? കൊയിലാണ്ടി മണ്ഡലത്തിൽ വികസന തുടർച്ച ലക്ഷ്യമിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനായി ഇറങ്ങുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ മണ്ഡലം കൈവരിച്ച വികസന നേട്ടങ്ങൾ നിരവധിയാണ്. ഏറെക്കാലമായി മുടങ്ങിക്കിടന്ന കൊയിലാണ്ടി ഹാർബർ നാടിന് സമർപ്പിച്ചതു മുതൽ നിരവധി വികസന നേട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കാലത്ത് കൊയിലാണ്ടിയുടെ മുന്നേറ്റം. കെ ദാസൻ MLA-യുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയേകാൻ ഇത്തവണ ഒരു വനിതാ സ്ഥാനാർത്ഥിയെയാണ് LDF കളത്തിലിറക്കിയിരിക്കുന്നത്. കാനത്തിൽ ജമീല. കൊയിലാണ്ടി മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ഇടതും വലതും മാറി മാറി പ്രതിനിധീകരിച്ച മണ്ഡലമായിരുന്നു ഇത്. എന്നാൽ 2006-ന് ശേഷം കൊയിലാണ്ടി ചെങ്കോട്ടയായി മാറി. ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് സാരഥിയായി വികസന പ്രവർത്തനങ്ങൾക്ക് ഒപ്പം നാടിന്റെ പരിചിത മുഖം കൂടിയാണ് കാനത്തിൽ ജമീല. നിലവിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് കാനത്തിൽ ജമീല. കൊയിലാണ്ടിയുടെ ഹൃദയം കീഴടക്കി പ്രചാരണ പ്രവർത്തനത്തിൽ ഏറെ മുൻപന്തിയിലാണ്. ഓരോ കേന്ദ്രങ്ങളിലും തിങ്ങിക്കൂടിയിട്ടുള്ള ആളുകളാണ്. എല്ലാവരും വോട്ട് ചെയ്യും എന്ന് മറ്റുള്ള പാർട്ടിയിലുള്ള ആളുകളടക്കം തീർച്ചയായിട്ടും ഈ പ്രാവശ്യം LDF വിജയിക്കും, നിങ്ങൾ വിജയിക്കും, വോട്ട് ചെയ്യും എന്ന് ഉറപ്പ് തരികയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്, വിജയിക്കുമെന്നുള്ളത് തന്നെയാണ്. കാരണം ഈ LDF-ൻ്റെ കഴിഞ്ഞ ഭരണം ഏറ്റവും മികച്ച രീതിയിലേക്കാണ്, ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഈ കേരളത്തിൽ നടത്തുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. കാനത്തിൽ ജമീലയുടെ പ്രചരണത്തിലെ മുൻതൂക്കം UDF കേന്ദ്രങ്ങളെ അസ്വസ്ഥമാക്കുന്നു എന്നതിന് ഉദാഹരണം കൂടിയാണ് 11 വർഷം പഴക്കമുള്ള സ്ഥാനാർത്ഥിയുടെ പ്രസംഗം വളച്ചൊടിച്ച് നവമാധ്യമങ്ങളിലൂടെയുള്ള വ്യാജ പ്രചാരണം. ഇതിനെതിരെ ജില്ലാ കളക്ടർക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷനും കാനത്തിൽ ജമീല പരാതിയും നൽകിയിട്ടുണ്ട്. ഞാൻ നടത്തിയിട്ടുള്ള ആ പ്രസംഗത്തിൻ്റെ കുറച്ച് ഭാഗം മാത്രം അതെടുത്ത് എഡിറ്റ് ചെയ്ത് അത് വളച്ചൊടിച്ചുകൊണ്ട് വിശ്വാസികളുടെ അടുക്കിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ കളക്ടർക്ക് ഈ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിട്ടുള്ളത്. പല മണ്ഡലങ്ങളെ പോലെയും UDF-നെ കൊയിലാണ്ടിയിലും കുഴപ്പിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിലെ അസ്വാരസ്യങ്ങളായിരുന്നു. KPCC ജനറൽ സെക്രട്ടറി N സുബ്രഹ്മണ്യന്റെ പേര് മണ്ഡലത്തിൽ ഉയർന്നതോടെ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികൾ സുബ്രഹ്മണ്യനെതിരെ രംഗത്തു വന്നു. സുബ്രഹ്മണ്യനെ വേണ്ടെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിക്ക് വരെ മണ്ഡലത്തിൽ നിന്ന് കത്തുകൾ അയച്ചു. ഔദ്യോഗിക പ്രഖ്യാപനം വൈകി വന്നതുകൊണ്ടുതന്നെ പ്രചാരണത്തിൽ പിറകിലാണ് UDF സ്ഥാനാർത്ഥി. എന്നാൽ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് N സുബ്രഹ്മണ്യൻ പങ്കുവയ്ക്കുന്നത്. വലിയ അനുകൂലമായ പ്രതികരണമാണ് ഈ മണ്ഡലത്തിലെ ജനങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നത്. 100% വിജയപ്രതീക്ഷയാണ്. പൊതുവായ എല്ലാ മേഖലയിലും കൊയിലാണ്ടിക്ക് വികസന മുരടിപ്പാണ് എന്ന ഒരു പരാതിയാണ് ജനങ്ങളിൽ നിന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഒരു വികസന മുന്നേറ്റത്തിനുള്ള ഒരു ആഗ്രഹം, ഒരു ഉത്കടമായ വികാരം ജനങ്ങളിടയിലുണ്ട്. അത് വോട്ടായി മാറും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. OBC മോർച്ച സംസ്ഥാന പ്രസിഡന്റ് NP രാധാകൃഷ്ണനാണ് NDA സ്ഥാനാർത്ഥി. മണ്ഡലത്തിലെ പ്രവർത്തകരുമായി ബന്ധമില്ലാത്തയാളാണ് സ്ഥാനാർത്ഥി എന്നതാണ് പരക്കെ ഉയരുന്ന ആരോപണം. BJP പരിചിത മുഖമല്ലാത്ത സ്ഥാനാർത്ഥിയെ നിർത്തിയത് കോൺഗ്രസിനെ സഹായിക്കാനാണെന്ന ആരോപണവും മണ്ഡലത്തിൽ ഉയരുന്നുണ്ട്. കൊയിലാണ്ടി നഗരസഭ തിക്കോടി, മൂടാടി, ചേമഞ്ചേരി, ചെങ്ങോട്ടുകാവ് പഞ്ചായത്തുകൾ എന്നിവ ഭരിക്കുന്നത് ഇപ്പോൾ LDF ആണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ LDF-ന്റെ വലിയ മേൽക്കൈ നിയമസഭയിലും പ്രതിഫലിക്കുമെന്നതാണ് കൊയിലാണ്ടിയുടെ പ്രതീക്ഷ. തീരദേശത്തോടൊപ്പം ചേർന്ന് കിടക്കുന്ന കൊയിലാണ്ടി മണ്ഡലം ഇതുവരെ കാണാത്ത വികസനങ്ങൾ സമ്മാനിച്ച LDF-നോടൊപ്പം വീണ്ടും തുടരുമോ? കാത്തിരിക്കാം.